അപ്പൊ ഇവരുടെ ഹിസ്റ്റോറിക്കൽ റൗണ്ടിൽ ഇവര് ദൈവമേ ഇതെവിടെ എത്തിയ എന്റെ ആറ്റുകാൽ ഭാസ്കര നീതി പുലർത്തിയോ, നന്നായി പെർഫോം ചെയ്തോ? ആയിക്കോട്ടെ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. താജ്മഹലിന് പകരം കൊടുത്തത് ചാർമിനാർ. ഇവൻ പൊട്ടനാണോ? ഇത്ര വലിയ കണ്ടുണ്ടല്ലോ മറ്റേക്കാ പോലെ. ഇമ്പോർട്ടന്റ് ആണ്. സ്പെഷ്യലി കുട്ടികൾ കാണുകയാണ് ഇത്. ശൈത്യ അത് ശ്രദ്ധിച്ചില്ല. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. ഒരിക്കലില്ല. താജ്മഹൽ ഒരു കാരണവശാലും ചാർമിനാർ ആവില്ല. എനിക്കും തോന്നിയത്. പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല, നമുക്ക് പെട്ടെന്ന് നിങ്ങൾ ചെയ്തെടുക്കാൻ. ഡയറക്ടറിന്റെ അടുത്ത് പറഞ്ഞോ ശൈത്യ? ഇല്ല, പറഞ്ഞില്ല. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. പിന്നെ എന്തെങ്കിലും ഒരു ഇതേപോലെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആരോടെങ്കിലും ഒന്ന് ചോദിക്കാമായിരുന്നു. ശൈത്യ കുട്ടി, ബിക്കോസ് എങ്ങനെ ഞാൻ മാർക്സ് കൊടുക്കും? ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. അല്ല, നിങ്ങൾ ഇത് ഷീന ചേച്ചിയെങ്കിലും ഇത് നോക്കി പറയണ്ടേ? ഞങ്ങളൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. ഞങ്ങൾ ബദിരനും മൂകനുമാണ്. ഫസ്റ്റ് ഞങ്ങൾ രാവിലെ വന്നപ്പോ ഒന്ന് നോക്കിയായിരുന്നു. അപ്പൊ എടുത്ത് കയ്യിൽ തന്നപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്നില്ല. അത് ഒന്ന് കൊടുത്തിട്ട് കണ്ണാടി എടുത്ത് കാണിച്ചു കൊടുക്കടാ, അപ്പ കാണും മാർക്ക്. ആ ചാർമിനാർ എന്ന് പറയുമ്പോൾ അതിന്റെ സ്ട്രക്ചറേ വേറെയാണല്ലോ. എന്തുവന്നാലും നീ പേടിക്കരുത് കേട്ടാ. എന്തുവന്നാലും നീ പേടിപ്പിക്കരുതട്ടാ. അവര് തന്നപ്പോ നിങ്ങൾ കയ്യിൽ പിടിച്ചു എന്ന് നിങ്ങൾ തന്നെ ഇപ്പൊ പറയണത്. ഞാൻ പറഞ്ഞില്ല ഇവൻ കാണ റാസ്കലാണ്. നിങ്ങൾ ശ്രദ്ധിച്ചില്ല, അത് വേറെ ഒരു തെറ്റ്. പൊട്ടന്മാര് ലോക പൊട്ടനാണ്. യുനോ, അപ്പൊ നിങ്ങൾക്ക് പ്രോപ്പർട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു രാവിലെ, അത് നിങ്ങളുടെ പ്രോബ്ലം ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? ലോകത്തിൽ നിന്ന് വരെ ആരും കാണിച്ചിട്ടില്ലാത്ത ഒരു തറവേല ഞാനിപ്പോ ഇവിടെ കാണിക്കാൻ പോവാണ്. കൂടെ നിന്നോണം. നീ വേഗം കാണിക്കേ. ഷൂട്ടിംഗിന്റെ ദിവസമല്ല നിങ്ങൾ ഡിമാൻഡ് ചെയ്യേണ്ടത്. ആരെങ്കിലും ഒന്ന് വരൂ. എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യും. പൊന്നോ ഒടുക്കത്താ പിന്നെ. അപ്പം ശൈത്യ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്തു. ചേച്ചി, ഷീന ചേച്ചി, എന്താടാ ഒരാള് കിടന്ന് ഉറങ്ങണേന് ഇങ്ങനെ പറഞ്ഞു? നിങ്ങക്ക് സമാധാനമായില്ലേ? ഇപ്പൊ എന്റെ അമ്മേനെ അങ്ങനെയൊക്കെ എന്തൊക്കെയോ സംസാരിച്ചു. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാ വാ തുറക്കുന്നത്. ജന്മനാ വിദ്യയാണേ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്.